കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം മെയ് 16, 17, 18 തീയതികളിൽ നടക്കുന്നതാണ്. 50-ലധികം പ്രസാധകരുടെ 100 പുസ്തക സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ടാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രസാധകരുടെ മികച്ചതും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതുമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവോടെ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും. 14.5 കോടി രൂപയാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി കൗൺസിൽ പുസ്തകങ്ങൾ വാങ്ങാൻ ഗ്രാന്റായി നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ 478 ഗ്രന്ഥശാലകൾക്ക് 85 ലക്ഷം രൂപയാണ് പുസ്തക ഗ്രാന്റ്. അത്യുത്തര കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിസ്തുലമായ പങ്കുവഹിച്ച വിദ്വാൻ കെ നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ നാമധേയമാണ് പുസ്തകോത്സവ നഗരിക്ക് നൽകിയിരിക്കുന്നത്. ഈയിടെ വിട്ടുപിരിഞ്ഞ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവ് ജി അംബുജാക്ഷന്റെ പേരിലുള്ള നഗരയിലാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. പുസ്തകോത്സവം കാഞ്ഞങ്ങാട് KV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളപ്പിറവിക്ക് മുമ്പ്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള വായനയിലൂടെ ഒരു സമൂഹത്തെ പുതിയ ബോധോദയത്തെ, പുതിയ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന വളരെ വിശാലമായ ദീർഘമായ വീക്ഷണത്തോടെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയൊരു കാലഘട്ടം. അതിൽ നിന്നെല്ലാം പോയി നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. യാത്രയ്ക്ക് പ്രശ്നമില്ല, എവിടെയും എത്താൻ കഴിയും. യാത്രയല്ല, ഇതെല്ലാം നിമിഷങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന ഈ കാലത്തും വായനയെ ശക്തിപ്പെടുത്താൻ നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥശാലകൾ അതിൻ്റെ ആവശ്യകത നല്ലതുപോലെ ബോധ്യപ്പെട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വലിയ വിഭാഗമാണ്. അതിൽ പ്രമുഖരാണ് അധ്യാപകരെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. പുസ്തകം എത്ര കാലമെന്ന വിഷയത്തിൽ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ വിദ്വാൻ കെ നായർ ജന്മശതാബ്ദി അനുസ്മരണം നടത്തി. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലെ എക്സി മെമ്പർ PVK പനയാൽ പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.